Good morning, dear students. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ നമ്മൾ ടിടിയുടെ കേസ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അതിനകത്ത് ടിടിഎൽ ഇൻവേർട്ടർ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഈസ് NAND gate in TTL logic. Okay, working of NAND gate in TTL logic. സോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ NAND ഗേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ TTL ലോജിക്കിലുള്ള ഒരു 2 ഇൻപുട്ട് NAND ഗേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് 2 ഇൻപുട്ട് TTL NAND ഗേറ്റ്. സോ ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു എത്ര ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ TTL ഇൻവെർട്ടർ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ്. സർക്യൂട്ട് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, Q1 is multi emitter transistor. Okay, so Q1, Q2, Q3 and Q4 നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ Q1 is a multi emitter transistor. ഇനി എന്താണ്, Q2 is a phase shifter. Q3 എന്ന് പറയുന്നത് it sits above Q4, hence it is having a totem pole arrangement, and diode D1 and D2 that prevents Q1 from being damaged by negative spikes. അതായത് ഇവിടെ വരുന്ന നെഗറ്റീവ് സ്പൈക്സ് ഇവിടെ എത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഡയോഡ്സ് ആണ് ഏത് D1 and D2 എന്ന് പറയുന്നത്. ആൻഡ് D എന്ന് പറയുന്ന പിന്നെ ഇവിടെ ഒരു ഡയോഡ് ഉണ്ട് which ensures that Q3 and Q4 do not conduct simultaneously. അപ്പൊ ഏറെക്കുറെ എല്ലാ പാരാമീറ്റേഴ്സും ഫെമിലിയർ ആയി കാണുമല്ലോ. TTL ഇൻവെർട്ടറിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ്, ഒരു ചെറിയ ഡിഫറൻസ് എന്താണ്, ഇവിടെ മൾട്ടി എമിറ്റർ അല്ല എന്നുള്ളതാണ് അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് മൾട്ടി എമിറ്റർ ട്രാൻസിസ്റ്റർ. Q2 എന്ന് പറയുന്നത് എന്താണ്, Q2 is a phase shifter. ഇനി ഈ ഡയോഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ ഡയോഡ്സ് ശരിക്കും ഇവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ് സ്പൈക്സ് ശരിക്കും ഇതിനകത്തോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയോഡ്സ് D1 D2. മൾട്ടി എമിറ്റർ അല്ലേ, രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നത് കാരണം ആ രണ്ട് ഇൻപുട്ട് ടെർമിനൽ അക്രോസ് ആയിട്ട് നമ്മൾ ഡയോഡ് കൊടുക്കും. ഇനി ഈ ഡയോഡിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇവിടെ ഒരു Q3 Q4 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇപ്പൊ Q3 Q4ന്റെ മുകളിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ വേറൊരു ട്രാൻസിസ്റ്ററിന്റെ മേലെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ടോട്ടൽ പോൾ അറേഞ്ച്മെന്റ്. ഇനി ഇത് രണ്ടും അറ്റ് എ ടൈം ഓൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഒരു ഡയോഡ് കൊടുക്കുന്നത്. സോ ഡയോഡ് എന്ത് ചെയ്യും, രണ്ടും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഓൺ ആവുന്നത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വർക്കിംഗിലേക്ക് പോയാലോ. അപ്പൊ NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. 0 കണ്ടീഷൻ, 0 1 1 0 ആൻഡ് 1 1 കണ്ടീഷൻ വെൻ എയും ബിയും ഇൻപുട്ട് ആണെങ്കിൽ എന്താണ് NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ ആൻഡിന്റെ ഔട്ട്പുട്ട് എന്താണോ അതിന്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ്. ബട്ട് NAND എന്തായിരിക്കും, ആ കേസ് മാത്രം 0, ബാക്കി എല്ലാ കേസിലും എന്താണ്, ഔട്ട്പുട്ട് 1 ആണ്. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് എ 2 ഇൻപുട്ട് NAND ഗേറ്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ, when A equal to B equal to +5 വോൾട്ട്. ഞാൻ എയിലും ബിയിലും +5 വോൾട്ട് ആണ്. +5 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിക്കൽ ഹൈ ലെവൽ ആണ് കൊടുക്കുന്നത്. ഇവിടെ രണ്ട് ഞാൻ +5 വോൾട്ട് കൊടുക്കുമ്പം the emitter based region of transistor Q1 of both the inputs, രണ്ട് ഇൻപുട്ടും, അതായത് Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ രണ്ട് എമിറ്റർ ബേസ് റീജിയൻ ഉണ്ടല്ലോ, മൾട്ടി ഇൻപുട്ട് ആണ്. രണ്ട് ഇൻപുട്ട് ഉള്ളത് കൊണ്ട് ഇതൊരു എമിറ്റർ ബേസ് റീജിയൻ, ഇത് അടുത്ത എമിറ്റർ ബേസ് റീജിയൻ. ആ എമിറ്റർ ബേസ് റീജിയൻ എന്താവും, റിവേഴ്സ് ബയസ്ഡ് ആവും. സോ ഫസ്റ്റ് കണ്ടീഷൻ, രണ്ടും നമ്മൾ ഹൈ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ emitter based region will be reverse biased and the collector based region will be forward biased. Okay, so നമ്മൾ രണ്ടും ഹൈ കൊടുത്ത സമയത്ത്, അതായത് 1 1 കണ്ടീഷൻ ആണ് കൊടുത്തത്. അപ്പൊ ഈ റീജിയൻ റിവേഴ്സ് ബയസ്ഡ്, ഇതെന്തായി, ഫോർവേഡ് ബയസ്ഡ്. അപ്പൊ ഇവിടെ ഒരു VCC നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ VCC വഴി ഇതിന്റെ ഒരു പോർഷൻ ഓഫ് കറണ്ട് ഇതിലേക്ക് കയറി വരും, R1 കയറി വരും. ഈ വരുന്ന കറണ്ട് ശരിക്കും ഏതിലേക്കൂടെ ഫ്ലോ ചെയ്യും, ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത്, ഇത് കണ്ടക്ടിങ് ആണല്ലോ, ഫോർവേഡ് ബയസ്ഡ് ആണ്. സോ ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വന്ന് അത് എങ്ങോട്ട് കണ്ടക്ട് ചെയ്യും, Q2ന്റെ ബേസിലേക്ക് കണ്ടക്ട് ചെയ്യും. സോ Q2ന് എന്ത് കിട്ടും, ഇനഫ് ബേസ് ഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ Q2 വിൽ ബി ഓൺ. ശരിയാണല്ലോ. Q2 ഫസ്റ്റ് കണ്ടീഷനിൽ എന്തായി, Q2 ഓൺ ആയി. Q2 ഓൺ ആയി കഴിഞ്ഞാൽ അതുവഴി എങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും, ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും, ആണല്ലോ. സോ ഇവിടുന്ന് ഇതിലേക്കൂടെ വരുന്ന കറണ്ടും ഇങ്ങോട്ട് പോവാതെ, ഇങ്ങോട്ടൊരു കണ്ടക്റ്റീവ് റീജിയൻ ആണല്ലോ, ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് നേരതാ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് ഇവിടെ വരുമ്പോ നോക്കുമ്പോ എന്താണ്, ഇവിടെ ഒരു Q4 നിപ്പുണ്ട്. അപ്പൊ Q4ന്റെ ബേസിലേക്ക് ആ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. കാരണം ഇവിടെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ, ഈ റെസിസ്റ്റൻസിന് മുന്നേ ഒരു പാത്ത് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും,
ആ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു പാത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതിനേക്കാളും കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മുടെ Q4 ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ ഇനഫ് ബേസ് ഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഓൺ ആവും? എഗെയിൻ Q4 ഓൺ ആവും അല്ലേ? Q4 ഓൺ ആയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് കറണ്ട് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? ഇവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ തന്നെയും ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യും. ഇൻ എഫക്ട് വാല്യൂ ഈസ് സീറോ, ഔട്ട്പുട്ട് ഈസ് സീറോ. സോ 1 ഇൻപുട്ടിൽ കൊടുത്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? V0 അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടി? സീറോ. ദാറ്റ് മീൻസ് ഇറ്റ് ഒബീസ് ദ 2 ഇൻപുട്ട് NAND ഗേറ്റ് ട്രൂത്ത് ടേബിൾ അല്ലേ? ഇനി ഇതേ കണ്ടീഷനിൽ Q2 ഓൺ ആയ സമയത്ത് Q4ലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് Q4 ഓൺ ആയി. നമുക്കറിയാം Q3 ആൻഡ് Q4 എന്ന് പറയുന്ന ഒരു ടോട്ടം പോൾ കൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് അത് അത് അഡ്ജസ്റ്റന്റ് ആയിട്ടായിരിക്കും അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദേ വിൽ ബി ഓൺ വൺ അറ്റ് എ ടൈം. ഓക്കെ, സൈമിൾട്ടേനിയസ് ആയിട്ട് ഓൺ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഈ VCC ഇതുവഴി വരുമ്പോ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യില്ലല്ലോ VCC. എന്തുകൊണ്ട്? ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഈ ഫ്ലോ വഴി ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബേസിൽ ആവശ്യമായിട്ടുള്ള ബേസ് ഡ്രൈവ് കിട്ടില്ല. സോ Q3 ആദ്യത്തെ കണ്ടീഷനിൽ എന്താണ്? ഓഫ് കണ്ടീഷൻ ആണ്. സോ ഇറ്റ് ഒബീസ് ദ ടോട്ടം പോൾ കൺസെപ്റ്റ്. ഓക്കെ, സോ ഇതാണ് 1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് സീറോ ആവാനുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നമ്മൾ ബാക്കിയുള്ള 3 കേസസ് നമ്മൾ ഒരുമിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. When either A equal to B equal to 0 or A equal to 0 B equal to 1 or A equal to 1 B equal to 0. മനസ്സിലായല്ലോ? ഈ 3 കണ്ടീഷനിൽ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ റീജിയൻ എന്തായി? എമിറ്റർ ബേസ്ഡ് റീജിയൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് അല്ലെ? എമിറ്റർ ബേസ്ഡ് റീജിയൻ ഫോർവേഡ് ബയസ്ഡ് ആണ്. ഇതെന്തായി? അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആയി. കളക്ടർ ബേസ്ഡ് റീജിയൻ വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. കളക്ടർ ബേസ്ഡ് റീജിയൻ റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാൽ ഈ വരുന്ന കറണ്ട് എങ്ങോട്ടേക്ക് പോകും? ഗ്രൗണ്ടിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ഡയോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഡയോഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ വരുന്ന നെഗറ്റീവ് സ്പൈക്സിനെയൊക്കെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, സർക്യൂട്ട് ഡാമേജ് ആവുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാം. സോ ഈ റീജിയൻ നമുക്ക് റിവേഴ്സ് ബയസ്ഡും ഈ റീജിയൻ ഫോർവേഡ് ബയസ്ഡും ആയി. ഇത് റിവേഴ്സ് ബയസ്ഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കറണ്ട് ഫ്ലോ നടക്കുവോ? ഇല്ലല്ലോ. ഇവിടെ വരുന്നതെല്ലാം ഇങ്ങോട്ടേക്ക് അങ്ങ് പോകും. പിന്നെ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കറണ്ട് ഫ്ലോ നടക്കുവോ? ഇല്ല. സോ Q2 will be in off condition അല്ലെ? Q2 ഓഫ് ആയി കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സ്വിച്ചിന് ഇക്വലന്റ് അല്ലേ? VCC യിൽ നിന്നും R2 വഴി എന്തെങ്കിലും കറണ്ട് ഇവിടെ കയറി വന്നാൽ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് കിടക്കുന്നത് കാരണം എങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല? ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. പിന്നെ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? Q3യുടെ ബേസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ? സോ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാത്തത് കാരണം Q4 എന്തായി? ഓഫ് ആയി. Q4 ഓഫ് ആയത് കാരണം V0 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് അല്ല. സോ എന്തെങ്കിലും ഇതിന് അക്രോസ് ആയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വന്ന് കിടക്കും? V0 വന്ന് കിടക്കും. ശരിയല്ലേ? കാരണം ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആണ്, അത് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള പാത്ത് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇത് ഓഫ് ആയത് കാരണം ഈ വരുന്ന കറണ്ട് എല്ലാം എങ്ങോട്ടേക്ക് വരും? അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഈ പറയുന്ന Q3യുടെ ബേസിലേക്ക് വരും. സോ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ബേസ് ഡ്രൈവ് കിട്ടും. വൺസ് ആ ബേസ് ഡ്രൈവ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഓൺ ആവും? Q3 ഓൺ ആവും. സോ VCC വഴി R4 വഴി Q3 കണ്ടക്ട് ആവും. ആൻഡ് that particular current or the particular value will be voltage will be appearing across this output terminal. സോ അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷൻസിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ദിസ് ഇസ് ഹൗ എ TTL NAND ഗേറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഒരു 2 ഇൻപുട്ട് NAND ഗേറ്റ് എങ്ങനെയാണ് ഒരു TTL ലോജിക്കിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വർക്കിംഗ് ഒക്കെ ഇനി കൂടുതൽ പറയുവാണെങ്കിൽ ശരിക്കും TTL NAND ഗേറ്റ്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് TTL വർക്ക് ചെയ്യും, ലോ പവർ TTL വർക്ക് ചെയ്യും, ഹൈ പവർ TTL വർക്ക് ചെയ്യും, ഷോർട്ട് കീ TTL വർക്ക് ചെയ്യും. ഓക്കെ, സോ ഈ 4 കൺസെപ്റ്റ്സ് ശരിക്കും നമുക്ക് TTL NAND 2 ഇൻപുട്ട് NAND ഗേറ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ വർക്ക് ചെയ്യും. TTL NAND ഗേറ്റ് സ്റ്റാൻഡേർഡ് TTL, ലോ പവർ TTL, ഹൈ പവർ TTL ആൻഡ് ഷോർട്ട് കീ TTL. ഇങ്ങനെ ഓരോ കൺസെപ്റ്റിലും അത് വർക്ക് ചെയ്യും. നമ്മൾ ഇതൊരു സ്റ്റാൻഡേർഡ് TTLന്റെ കേസാണ് നമ്മളിപ്പോൾ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സിലബസിൽ അത് ഓരോന്നും ഡെപ്തിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് NAND ഗേറ്റ് ഇൻ TTL ലോജിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഇത്രയും. താങ്ക് യു.